നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് പനി വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് നെറ്റിയിൽ ഒരു തുണി നനച്ചിട്ട് കൊടുക്കുക. അത് ഒന്നുകിൽ ഒരു കോട്ടൺ തുണിയാകാം, അല്ലെങ്കിൽ കുറച്ച് പഞ്ഞി, ഒരു നെറ്റിയുടെ അത്രയും അളവിൽ ഒരു കട്ട് ചെയ്തെടുത്ത പഞ്ഞിയാകാം. ഇത് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് നെറ്റിയിൽ ഇട്ട് കൊടുക്കുക. അത് തലയ്ക്ക് ചൂട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐസ് വെള്ളത്തിൽ വരെ നെറ്റിയിൽ തുണി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ദേഹം മുഴുവൻ ഇളം ചൂടുവെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കുക. ഡ്രസ്സ് മാറ്റിയ ശേഷം കക്ഷത്തിൻ്റെ ഭാഗത്ത്, കാലിൻ്റെ ഇടഭാഗത്ത്, ഉള്ളം കൈ, ഉള്ളം കാല് എന്നീ ഭാഗങ്ങൾ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ഇതും ഒരു നന്നായിട്ട് പനി ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ടാണെങ്കിലും ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കഴിവതും സ്വന്തമായിട്ട് ചികിത്സിക്കാതിരിക്കുക. കാരണം പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി, വീട്ടിൽ പനിക്കുള്ള മരുന്ന് കരുതി വച്ചിരിക്കും. കുട്ടികൾക്ക് പനി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പനിക്കുള്ള മരുന്ന് കൊടുക്കും. പനിക്കുള്ള മരുന്ന് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനി നമ്മുടെ ശരീരത്തിലെ ഒരു റിയാക്ഷനാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമായിട്ടുണ്ടാകുന്ന ഒരു എഫക്റ്റ് മാത്രമാണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് തണുക്കുകയും പുറത്തുനിന്ന് കയറിയ ബാക്ടീരിയയോ അല്ലെങ്കിൽ വൈറസോ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ശക്തിയിൽ ആക്രമിച്ച് നമ്മൾ കൂടുതൽ ഇൻഫെക്ഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ തനിയെ ചികിത്സിക്കാതിരിക്കുക. പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നെറ്റിയിൽ തുണി നനച്ചിട്ട് കൊടുക്കുകയും ദേഹം ഇളം ചൂടുവെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് ആവശ്യത്തിനുള്ള ചികിത്സ തേടുകയും ചെയ്യുക.